ഹായ് ഓൾ. BSc നഴ്സിംഗ് അതുപോലെ തന്നെ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഗവൺമെൻറ് അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് അതുപോലെ തന്നെ എയ്ഡഡ് ആയിട്ടുള്ള കോളേജുകളിൽ BSc നഴ്സിംഗും മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾക്കുമുള്ള അഡ്മിഷൻ LBS സെൻറ്റർ എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റ് വഴിയാണ് അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതിനൊരു എൻട്രൻസ് പരീക്ഷയില്ല. നമ്മുടെ +2 മാർക്സിൻ്റെ ബേസിൽ തന്നെയാണ് നമുക്ക് ആ അഡ്മിഷൻ കിട്ടുന്നത്. ഈ ഒരു LBS സെൻറ്ററിൻ്റെ വെബ്സൈറ്റ് അത് മെയ് 14 മുതൽ തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. ജൂൺ 7 വരേക്കും ആ ഒരു ആപ്ലിക്കേഷൻസ് നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് +2ൻ്റെ മാർക്സ് വരുന്നതിനനുസരിച്ച് അതിലേക്ക് ആഡ് ചെയ്യുകയും അതിലേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യണം. ഈ ഒരു LBS സെൻറ്റർ വഴി നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന കോഴ്സുകൾ ഏകദേശം 15ഓളം കോഴ്സുകളാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് BSc നഴ്സിംഗ്, നമ്മൾ പറഞ്ഞ ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് തന്നെയാണ്. പിന്നെ ഉള്ളത് BSc MLT, അതായത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് സയൻസ് പെർഫ്യൂഷൻ ടെക്നോളജി, BSc പെർഫ്യൂഷൻ ടെക്നോളജി ഉണ്ട്. അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് സയൻസ് ഒപ്റ്റോമെട്രി, BSc ഒപ്റ്റോമെട്രി ഉണ്ട്. അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി BPT ഉണ്ട്. ബാച്ചിലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, അതായത് BASLP എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് കാർഡിയോ വാസ്കുലാർ ടെക്നോളജി BCVT ഉണ്ട്. അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് ഡയാലിസിസ് ടെക്നോളജി BSc DT എന്നുള്ള കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി BOT ഉണ്ട്. അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി, ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി, ബാച്ചിലർ ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ, ബാച്ചിലർ ഓഫ് സയൻസ് മെഡിക്കൽ ബയോകെമിസ്ട്രി, അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ്. ഇങ്ങനെയുള്ള 15 കോഴ്സുകളാണ് നമുക്ക് ഈ ഒരു LBS സെൻറ്റർ വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന BSc നഴ്സിംഗ് പ്ലസ് പാരാമെഡിക്കൽ കോഴ്സുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ജനറൽ വിഭാഗത്തിന് 800 രൂപയും അതുപോലെ തന്നെ SC ST വിഭാഗത്തിന് 400 രൂപയുമാണ്. അതുപോലെ തന്നെ സർവീസ് കോട്ടയിലെ അപേക്ഷകർക്ക് 800 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫീ അടച്ചുകൊണ്ട് നമുക്ക് ഈ LBS സെൻറ്റർ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി, അതായത് BASLP അതുപോലെ തന്നെ BPO ഒഴികെയുള്ള കോഴ്സുകളുടെ പ്രവേശനത്തിന് +2 തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾ ഓരോന്നും ജയിക്കുകയും 3നും കൂടി 50% മാർക്ക് ലഭിക്കുകയും വേണം. ഒന്നുകൂടി പറയാം, BASLP അതുപോലെ തന്നെ BPO ഒഴികെയുള്ള കോഴ്സുകൾക്ക്, ഈ 2 കോഴ്സുകൾ ഒഴികെയുള്ളതിന് +2 തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം ഓരോന്നും ജയിക്കുകയും അതിനെല്ലാത്തിനും ഈ 3ലും കൂടി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ 3നും കൂടി 50% ഓർ എബോവ് മാർക്സ് വേണം. അതുപോലെ തന്നെ BASLP കോഴ്സിന് ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയ്ക്കൊപ്പം ബയോളജി അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് അല്ലെങ്കിൽ സൈക്കോളജി, ഇതിൽ മൊത്തം 50% മാർക്കാണ് വേണ്ടത്. 3 വിഷയത്തിലും ഓരോന്നിലും പ്രത്യേകം ജയിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒരു കോഴ്സ് കൂടിയാണ് ബാക്കിയുള്ളത്, BPO കോഴ്സ്. BPO കോഴ്സിന് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, ഇവക്ക് 50% ഓർ എബോവ് മാർക്സും വേണം. BASLP അതുപോലെ തന്നെ BPOക്ക് പ്രത്യേക റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. നഴ്സിംഗിനടക്കം ബാക്കി 13 കോഴ്സുകൾക്ക് ഒറ്റ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ആ റാങ്ക് ലിസ്റ്റിനനുസരിച്ചായിരിക്കും അതിൻ്റെ പ്രവേശനം എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, ഈ LBS സെൻറ്റർ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൽ ആപ്ലിക്കേഷൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. റിസൾട്ട് വന്നതിനനുസരിച്ച് നമ്മൾ അതിനുള്ള ആപ്ലിക്കേഷൻ കൃത്യമായി കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അത്തരത്തിലുള്ള നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാം. താങ്ക് യു.